बीजेपी कार्यकर्ता को खबर भी नहीं है कि क्या बात हुई है. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന നാടകീയ രംഗങ്ങൾക്കാണ് പശ്ചിമ ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നത്. ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്നാരോപിച്ച് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ സ്ട്രോങ് റൂമിന് കാവലിരിക്കുന്ന അസാധാരണ കാഴ്ചയാണ് അവിടെ അരങ്ങേറുന്നത്. ഏപ്രിൽ 30 പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കൊൽക്കത്തയിലെ സഖാവത്ത് മെമ്മോറിയൽ സ്കൂളിലെ സ്ട്രോങ് റൂമിൽ വൻ കൃത്രിമം നടന്നതായാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ അറിയിക്കാതെയും നിശ്ചിത സമയക്രമം പാലിക്കാതെയും സ്ട്രോങ് റൂമുകൾ തുറന്നു എന്നാണ് TMC നേതാക്കളായ കുനാൽ ഘോഷും ശശി പഞ്ചയും ആരോപിക്കുന്നത്. വോട്ടെണ്ണൽ മെയ് 4 നടക്കാനിരിക്കെ അതിനു മുൻപേ ബാലറ്റ് പെട്ടികളിൽ കൃത്രിമം കാട്ടാൻ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെയാണ് പരസ്യമായി കുറ്റപ്പെടുത്തിയത്. സ്ട്രോങ് റൂമിലെ CCTV ദൃശ്യങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ചില വീഡിയോകൾ പുറത്തു വിട്ടുകൊണ്ടാണ് TMC ഈ ആരോപണം ഉന്നയിക്കുന്നതും. ഈ സംഭവത്തെ തുടർന്ന് കൊൽക്കത്തയിലെ സ്ട്രോങ് റൂമിന് മുന്നിൽ വൻ സംഘർഷവുമാണ് ഉണ്ടായത്. TMC നേതാക്കൾ അവിടെ കുത്തിയിരിപ്പ് സമരം ആരംഭിക്കുകയും BJP പ്രവർത്തകർ സ്ഥലത്തെത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്തു. ഇരു വിഭാഗവും തമ്മിൽ സ്ട്രോങ് റൂമിന് മുന്നിൽ വെച്ച് കടുത്ത വാക്കേറ്റവും കയ്യേറ്റവും നടക്കുകയും ചെയ്തു. കേന്ദ്രസേനയുടെ സുരക്ഷാ വലയത്തിനുള്ളിൽ വെച്ച് തന്നെ ഇത്തരം കൃത്രിമങ്ങൾ നടക്കുന്നത് അനുവദിക്കില്ല എന്നതാണ് TMC പ്രവർത്തകർ ആവർത്തിച്ചു പറഞ്ഞതും. സംഘർഷം രൂക്ഷമായതോടെ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് സംഭവ സ്ഥലത്തെത്തുകയുണ്ടായി. 3 മണിക്കൂറിലധികം സ്ട്രോങ് റൂമിന് മുന്നിൽ ചിലവഴിച്ച അവർ വോട്ടെണ്ണൽ കഴിയുന്നതുവരെ താൻ അവിടെ കാവലിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. തന്നെ തടയാൻ ശ്രമിച്ച കേന്ദ്രസേനയോട് അവർ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു. തന്റെ പോരാട്ടം ജനാധിപത്യം സംരക്ഷിക്കാനാണ് എന്നും ഓരോ ബാലറ്റും എണ്ണുന്നതുവരെ കാവൽ തുടരുമെന്നും അവർ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് ഈ നീക്കങ്ങളെല്ലാം തോൽവി ഭയന്നുള്ള വെറും നാടകങ്ങളാണ് എന്നാണ് BJP വിശേഷിപ്പിക്കുന്നത്. ഇത്തവണ ബംഗാളിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം 92.47% വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടത് ഭരണവിരുദ്ധ തരംഗത്തിന്റെ സൂചനയാണ് എന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ BJP 160 സീറ്റുകൾ വരെ നേടി അധികാരം പിടിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള TMC വെറും 40 സീറ്റുകളിലേക്ക് ചുരുക്കുമെന്നും ചില സർവേകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ബലം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി മുൻകൂട്ടി കണ്ടാണ് ബാലറ്റ് പെട്ടി വിവാദം TMC കുത്തിപ്പൊക്കുന്നത് എന്ന് BJP നേതാക്കൾ ആരോപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്നുണ്ട്. പോസ്റ്റൽ ബാലറ്റുകൾ തരംതിരിക്കുന്ന സാധാരണ നടപടിക്രമങ്ങൾ മാത്രമാണ് നടന്നത് എന്നും സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയിൽ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നതുമാണ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. എന്നാൽ തന്റെ മുൻപത്തെ അനുഭവങ്ങൾ വെച്ച് കമ്മീഷനെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് മമത. 2021 തെരഞ്ഞെടുപ്പ് സമയത്തും സമാനമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇത്തവണ BJP കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഈ വഴികളിലൂടെയൊക്കെ തന്നെ അവർ ആവർത്തിച്ചു. തൊഴിലില്ലായ്മയും അഴിമതിയും ഭരണവിരുദ്ധ വികാരവും തങ്ങളെ തുണയ്ക്കുമെന്നാണ് BJP കരുതുന്നത്. അവിടെ ലക്ഷ്മി ഭണ്ഡാർ പോലെയുള്ള ക്ഷേമ പദ്ധതികൾ വഴി സ്ത്രീ വോട്ടുകൾ തങ്ങളെ അധികാരത്തിൽ നിലനിർത്തുമെന്ന് മമതയും പ്രതീക്ഷിക്കുന്നുണ്ട്. മെയ് 4 ഫലം ബംഗാൾ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. മമതാ ബാനർജിക്ക് തന്റെ അധികാരം നിലനിർത്താൻ കഴിയുമോ അതോ ബംഗാൾ കാവി പുതയ്ക്കുമോ എന്നറിയാൻ രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ്. വോട്ടെണ്ണൽ ദിവസം വലിയ തോതിലുള്ള അക്രമങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന്
ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ളതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ സ്ട്രോങ് റൂമിന് മുന്നിലും പ്രവർത്തകർ ജാഗ്രതയോടെ കാവൽ നിൽക്കണമെന്ന മമതയുടെ ആഹ്വാനം ബംഗാളിലെ രാഷ്ട്രീയ അന്തരീക്ഷം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുമെന്ന് തീർച്ചയാണ്. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല, മറിച്ച് മമതാ ബാനർജി എന്ന കരുത്തയായ നേതാവിന്റെ രാഷ്ട്രീയ അതിജീവനത്തിനായിട്ടുള്ള അവസാനത്തെ പോരാട്ടം കൂടിയാണ്. അതിനിടയിലാണ് ഈ സ്ട്രോങ് റൂം വിവാദവും കൂട്ടത്തല്ലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നതും. ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് ഫലമല്ല, മറിച്ച് മമതാ ബാനർജി എന്ന കരുത്തയായ നേതാവിന്റെ രാഷ്ട്രീയ അതിജീവനത്തിനായിട്ടുള്ള അവസാന പോരാട്ടം കൂടിയാണ്. അതിനിടയിലാണ് ഈ സ്ട്രോങ് റൂം വിവാദങ്ങളും കൂട്ടത്തല്ലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ നാടകീയ രംഗങ്ങളും ഒക്കെ അരങ്ങേറുന്നത്. വരും മണിക്കൂറിൽ ബംഗാളിൽ എന്ത് സംഭവിക്കുമെന്നതിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണുകൾ ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ. बीजेपी कार्यकर्ता को खबर भी नहीं है कि क्या बात हुई है। मुश्किल ये है कि इलेक्शन प्रोसेस समझ नहीं आता, सिर्फ गुंडामी, बदमाशी, चिल्ला चिल्ली, ये में माहिर है। कल भी हर क्षेत्र में गुंडागर्दी कर रहे थे जिससे कि रिपोल हो, और ये भी सोचते हैं यहाँ इलेक्शन कमीशन के जगह में हम लोग खड़े हैं। इलेक्शन कमीशन तय करेगा कि आप लोग प्रेस आएंगे कि नहीं। बीजेपी को क्यों जलन हो रही है, उससे अनुमति लेना है, बेकार गड़बड़ कर रहे। हम लोग कह रहे हैं कि कैमरा में दिखा कि कुछ लोग स्ट्रांग रूम के अंदर हैं। हम लोग नहीं पूछेंगे ये लोग कौन है, क्यों है, हम लोग को क्यों खबर नहीं है। तो बीजेपी क्यों उछल रहा है, क्यों उछल रहा है बीजेपी? क्या चोरी पकड़ा गया, भाजपा का चोरी पकड़ा गया, इसीलिए वो जल रहा है। उन लोगों का काम है ये करना, रोज शाम का वैसे ही कोई काम है। कौन भाजपा के कार्यकर्ता आके मारने की धमकी दे रहा है। ये उसका कल्चर है, उसका चोरी पकड़ा गया है। हम लोगों को इन्फॉर्म नहीं करके वो सील्ड स्ट्रांग रूम खुला है, इसीलिए हम लोग ऑब्जेक्शन दे रहे हैं। हाँ, थोड़ा थोड़ा वो एक सीसीटीवी का हम बोला है, वो एग्री किया है। हम लोग का जो पॉइंट्स है वो एग्री किया है, और कुछ ऑब्जर्वेशन है हम लोग हमारा पार्टी को इन्फॉर्म करेंगे। सब तो 12 साल का है, या तुम्हारे साथ नॉर्थ कैलकुलेट नॉर्थ की असेंबली है।